തലസ്ഥാന നഗരിയിലെ റോഡുകൾ സ്മാർട്ട് റോഡുകളായി വികസിപ്പിക്കുന്ന പദ്ധതി അന്തിമഘട്ടത്തിലേക്കെത്തി. KRFB മുഖേന നടപ്പിലാക്കുന്ന 8 റോഡുകളും പ്രവൃത്തി വേഗത്തിലായി. ഏപ്രിൽ ആദ്യവാരം പ്രവൃത്തി നടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി മാറ്റും. റോഡുകളിലെ അടിക്കടിയുള്ള കുത്തിപ്പൊളിക്കലുകൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലാണ് തലസ്ഥാന നഗരിയിലെ റോഡുകൾ സ്മാർട്ട് റോഡുകളാക്കി മാറ്റുന്നത്. അന്തിമഘട്ടത്തിലാണ് ഈ പദ്ധതി. തലസ്ഥാന നഗരിയിലെ 12 റോഡുകളാണ് സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. 2 വർഷം മുൻപ് ആരംഭിച്ച പദ്ധതി കരാറുകാരൻ ഇടയ്ക്ക് വെച്ച് പ്രവൃത്തി നിർത്തിവെച്ചത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. തുടർന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടപെടലിൽ കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും കരാറുകാരിൽ നിന്ന് 15 കോടി രൂപ പിടിച്ചെടുക്കുകയും റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കുകയും ചെയ്തു. പിന്നീട് പ്രവൃത്തി പുനരാരംഭിക്കുന്നതിന് ഓരോ റോഡുകൾക്കും പ്രത്യേകം ടെൻഡർ വിളിച്ച് കരാറുകാരെ കണ്ടെത്തുകയായിരുന്നു. പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മാനവീയം വീതി, കലാഭവൻ മണി റോഡ്, അയ്യങ്കാളി ഹാൾ റോഡ് എന്നിവയ്ക്കൊപ്പം സ്പെൻസർ ജംഗ്ഷൻ മുതൽ ഗ്യാസ് ഹൗസ് വരെയുള്ള റോഡുകളും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. മറ്റു റോഡുകളിൽ ഡെക്ക് സ്ഥാപിക്കുന്ന പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയായി. ചിലയിടങ്ങളിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ പൊട്ടുന്നതും സീവേജ് ലൈനുകളിലെ ചോർച്ചയും പ്രവൃത്തി തടസ്സപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവയും പരിഹരിച്ച അന്തിമഘട്ടത്തിലാണ് പ്രവൃത്തികൾ. തലസ്ഥാനത്തെ മികച്ച പശ്ചാത്തല സൗകര്യമുള്ള നഗരമാക്കി ഉയർത്താനാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ KRFB നവീകരണം ഏറ്റെടുത്തത്. നിലവിൽ പ്രവൃത്തി നടക്കുന്ന ഭൂരിഭാഗം റോഡുകളും ഏപ്രിൽ ആദ്യവാരത്തോടെ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കും. ക്യാമറാമാൻ RK കുമാറിനൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.